കുറച്ച് നാളുകളായിട്ട് വളാഞ്ചേരി മേഖലയിൽ ഇതിന് മുമ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ചാനലുകളൊക്കെ ലോക്കൽ ചാനലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹൈവേ ഇപ്പോ നാഷണൽ ഹൈവേയിൽ ഒരുപാട് സൈഡിൽ ഈ ബാത്റൂം മാലിന്യം കൊണ്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ പരാതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ അത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പിന്നെ ഹെൽത്തിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിന് നേരെ കണ്ണടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലം ഞങ്ങൾ സന്ദർശിച്ചു. അവിടെ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ സ്മെല്ലും കാര്യങ്ങളുമാണ്. അപ്പൊ അതിന്റെ നേരെ തൊട്ട ബാക്കിൽ കോട്ടേഴ്സ് ആണ്. അവിടെ കുറെ ഫാമിലി താമസിക്കുന്നുണ്ട്, തോടുണ്ട്, പാടമാണ്. ഇതിപ്പോ ഒരാഴ്ച ആയിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നൽകുന്ന അതിന്റെ വീഡിയോസും വണ്ടി ഇതിൽ പരാതി ഞങ്ങളെ വിചാരിച്ച ആളുകള് ഞാൻ പറഞ്ഞു ഇങ്ങനെ പരാതി എന്ന് പറഞ്ഞപ്പോ ഇതിന് മുമ്പ് ഉണ്ടായതാണ്, അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് അത് വീഡിയോ എടുക്കണം, എന്നിരുന്നാലും ഇത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവര് ഈ ഹോട്ടലിൽ നിന്നും വളാഞ്ചേരി പിന്നെ ബാർ ഹോട്ടലിൽ നിന്നും നിന്നൊക്കെ എടുത്തുള്ള വേസ്റ്റ് എടുക്കുന്നതായിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഈ വണ്ടിയെ ഫോളോ ചെയ്തിട്ട് അവർ പോയിട്ട് ഇത് തട്ടുന്ന സ്ഥലവും ഇതൊക്കെ വീഡിയോ സഹിതം നമ്മളെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് തരാം. അപ്പൊ അതുകൂടെ ഇതിലുണ്ട്. അപ്പൊ ഞങ്ങളത് പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു 15 പരാതി കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. അതിന് ഓണറാന്ന് തന്നെ എന്നെ പരിചയപ്പെടുത്തിയത്. പക്ഷേ വളരെ മോശമായിട്ടും വളരെ ഇനി ഇതിൽ ഇടപെട്ടാൽ അങ്ങനെ ആവുന്ന വളരെ ഭീഷണി ഫോണിലൂടെ. തല കാണൂല, അങ്കുകളുടെ കൈ കാലം അങ്ങനെയുള്ള ഭീഷണി. ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാനൊന്നും ഞാൻ വിചാരിക്കുന്നു ഇപ്പോ. അപ്പൊ ഇതെന്തായാലും ശരി, ഇതൊരു പബ്ലിക് ഇഷ്യൂ ആണ്. ജനങ്ങള് ഇത് മഴക്കാലാണ് ഇപ്പോ. അപ്പോ നമ്മള് കേട്ടുകേൾവിയില്ലാത്ത പല വൈറസുകളും ഇപ്പോ നമ്മളെ ജീവിതത്തിന്റെ സാഹചര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതൊക്കെ ഇതിൽ ഈ മഴക്കാലമായതിന് കുടിവെള്ളം കിണറിലേക്കും മറ്റും വീടുകളിലേക്കും ദേവി ചെല്ലുകയാണ്. ഇത് വളരെ ഒരു വലിയ ഗൗരവമായിട്ടിരുന്നു. അതുകൊണ്ടാണ് എന്നോട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാൻ ഒരു പത്രസമ്മേളനം വിൽക്കാനും കാരണം. ഇതിനെ ഗൗരവക്കും മക്കളൊക്കെ പരാതികൾ അയച്ചിട്ടുണ്ട്, ഹെൽത്തിൽക്കും അയച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇപ്പൊ ഈ പറഞ്ഞ ഓണർ, ഇതിന്റെ ഓഡിറ്റോറിയത്തിന്റെ ഓണർ, ഇദ്ദേഹം ഇതിൽ മറ്റേ മുനിസിപ്പാലിറ്റിയുമായിട്ട് എന്തോ എനിക്കറിയില്ല, എന്റെ സംശയമായിരിക്കും ചിലപ്പം. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആ സ്ഥലം വന്ന് സന്ദർശിക്കുക, ഹെൽത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടപടികൾ അത് അണുവിക്തമാക്കണം. അതുപോലെ തന്നെ അവിടെ വേണ്ട കാര്യം ചെയ്യണം. അല്ലാതെ ഇനിയും ഇത് ഇപ്പൊ ഇന്നലെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇന്നലെ മിഞ്ഞാന്നൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ കമ്പനി ചെയ്തിട്ടു. വളരെ ഗൗരവമായ വിഷയമാണ് ഇത് അറിയിക്കാനുള്ളത്. നടപടികൾ ഉണ്ടാവണം തീർച്ചയായിട്ടും. ഇത് ആരെങ്കിലും ഒരാളെ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് പിന്നെ ഇങ്ങനെ